ഹലോ. ഇന്ന് നമ്മളെ ആശ്രമ മൈതാനത്തുള്ള മറ്റേ ടൈറ്റാനിക്കിൻ്റെ അമ്യൂസ്മെൻറ്റ് എക്സിബിഷൻ ഇല്ലേ, അവിടെയാണ് കേട്ടോ പോയത്. ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കായി തുടങ്ങിയില്ല. ഞങ്ങളൊരു 3 മണി 4 മണി സമയത്തൊക്കെയാണ് പോയത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കറക്റ്റ് നാച്ചുറലായിട്ട് ടൈറ്റാനിക് കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഇത്രയൊക്കെ തിരക്കേ ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് ഞങ്ങൾ കയറി, അതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ടൈറ്റാനിക്കിന് അതിനകത്തുള്ള ആ ഫിലിം കാണുന്ന പോലുള്ള കുറച്ച് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടന്നു. എന്തായാലും അവർ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ഓരോരോ സംഭവങ്ങളും നല്ല സെറ്റപ്പിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത ഗുണ കേവ് ആയിരുന്നു അവിടെ. അങ്ങനെ ഗുണ കേവിനകത്തൊക്കെ കയറിയപ്പം അതും എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. കറക്റ്റ് കാടിനകത്തൂടെ ആ ഗുഹയ്ക്കകത്തൂടെ കയറുന്നൊരു ഫീലൊക്കെ ആയിരുന്നു. അതിനകത്ത് തമിഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനകത്ത് കയറുമ്പോൾ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ അവർ ഇട്ട് തരും. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കറക്റ്റ് ആ ഫിലിം കണ്ടൊരു എഫക്റ്റായിട്ട് നമുക്ക് തോന്നും. ആ നോക്കി അതിൻ്റെ മണ്ടയിൽ ആ വലയും ആ ഒരു എന്തോ പറയുന്ന ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ കുറച്ച് നടന്ന് നടന്ന് ഞാനിങ്ങനെ നടക്കുക, ഗുഹ തീരുന്നില്ല. പിന്നെ കുറച്ച് അതിനകത്ത് ഒരു വാട്ടർഫോളൊക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാണ്ട് ഇങ്ങോട്ട് നടന്നപ്പോൾ അവിടെ വേലി കെട്ടിയിട്ടിരിക്കുന്ന മറ്റേ സുഭാഷ് വീണ കുഴിയാണ്. അവിടെ എല്ലാവരും എത്തിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇങ്ങനെയോ പെട്ടെന്നായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ശ്വാസം കിട്ടിയ ഫീലായിരുന്നു. എല്ലാവരും നടുവൊക്കെ നൂത്ത്. പിന്നെ അവിടെ കുറച്ച് സ്റ്റോളുകളും കാര്യങ്ങളും റൈഡുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഗോസ്റ്റിൻ്റെ സംഭവം കണ്ടത്. അപ്പോൾ എൻ്റെ മോനെ കയറണം. അതങ്ങനെ വലിയ കാര്യത്തിലൊക്കെ പോയി. പിന്നെ എന്തായാലും കയറാം എന്നുള്ളൊരു ധൈര്യത്തിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയൊന്നുമില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. അങ്ങനെ അവനെ പിടിച്ച് അവിടെ ഒരു ഫാമിലിയുടെ കൂടെ കൂട്ടുനിർത്തി അവൻ പോയി അതിനകത്ത് കയറി. അങ്ങനെ അതൊക്കെ കണ്ട് ഇറങ്ങി. പിന്നെ അതിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഫ്ലവറിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സീനറി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങളങ്ങ് തിരിച്ച് വീട്ടിൽ പോയി. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.